മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇൻഡിഗോ വിമാനത്തിൽ പ്രതിഷേധിച്ച കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസ് എന്ന ഫർസീൻ മജീദിനോട് മൊഴിയെടുക്കാൻ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജൂലൈ 3-ന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് വലിയതുറ പോലീസ് കത്ത് നൽകി. ജിബിൻ ജെബി തിരുവനന്തപുരത്ത് ചെയ്തു. ജിബിൻ, നേരത്തെ ജയരാജനെ അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കാനുള്ള നിർദ്ദേശം വന്നിരുന്നതിന് പിന്നാലെ SIT രൂപീകരിച്ച് അന്വേഷണം തുടങ്ങിയിരുന്നു. അങ്ങനെ ജയരാജനെതിരെയുള്ള EP ജയരാജനെതിരെയുള്ള കേസിലാണോ ഈ മൊഴിയെടുപ്പ്? സുഹൈൽ, അത് തന്നെയാണ്. കാരണം മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെതിരെ വിമാനത്തിൽ വെച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ച സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം വിമാനത്തിൽ ഉണ്ടായിരുന്നത് EP ജയരാജനാണ്. അപ്പോൾ ഈ പ്രതിഷേധിക്കുന്ന സമയത്ത് EP ജയരാജൻ തങ്ങളെ മർദ്ദിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി ഫർസീൻ മജീദ് ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് പരാതി നൽകിയിരുന്നത്. പക്ഷേ അന്ന് വലിയതുറ പോലീസ് ഇത് അന്വേഷിച്ചിട്ട് ഈ കേസിൽ കഴമ്പില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. പക്ഷേ കോടതി ഈ റിപ്പോർട്ട് തള്ളിക്കളയുകയായിരുന്നു. കോടതി ഇതിൽ തുടർ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് SIT രൂപീകരിച്ചുകൊണ്ട് ഇതിൽ വീണ്ടും ഒരു പുനരന്വേഷണം ആരംഭിച്ചത്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ അന്ന് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടി ഫർസീൻ മജീദിനോട് 3-ാം തീയതി ഹാജരാകുന്നതിന് വേണ്ടി ഇപ്പോൾ വലിയതുറ പോലീസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാരണം ഈ കേസ് എഴുതി തള്ളാൻ സാധിക്കില്ലെന്നും EP ജയരാജനെതിരെയും ഗവൺമെന്റായിരുന്ന അനിൽകുമാറിനെതിരെ പരാതിയിൽ കഴമ്പുണ്ടെന്നും അതുകൊണ്ട് തന്നെ തുടർ അന്വേഷണം വേണമെന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചത് കോടതിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അതിവേഗം ഈ കേസ് അന്വേഷിക്കുന്നതാണ് ഫർസീൻ മജീദിനെ മൊഴിയെടുക്കുന്നതിന് വേണ്ടി വിളിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. തുടക്കത്തിൽ ഫർസീൻ മജീദൊക്കെ പ്രതിയായ കേസിലാണ് ഇപ്പോൾ തിരികെ അവരെ ആക്രമിച്ചു എന്ന് കാണിച്ച് തുടരന്വേഷണത്തിൽ കോടതി ഉത്തരവിട്ടാണ് EP ജയരാജനെ പ്രതിയാക്കിയെടുത്ത കേസിൽ ഇപ്പോൾ ഫർസീൻ മജീദിനോട് ചോദ്യം ചെയ്യലിന് മൊഴിയെടുക്കാൻ ഹാജരാകാൻ ഇപ്പോൾ നിർദ്ദേശം നൽകി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.